ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഇപ്പം കടമ്പാട്ടുകോണത്താണ് നിൽക്കുന്നത്. ഇന്ന് നമ്മൾ ഇവിടെ കടമ്പാട്ടുകോണത്തു നിന്ന് പാരിപ്പള്ളി, ചാത്തന്നൂർ ഈ ഭാഗത്തെ റോഡ് പണി കാഴ്ചകളാണ് ഇന്നത്തെ വീഡിയോ. ഇത് കടമ്പാട്ടുകോണത്താണ്. ഈ ഭാഗത്തൊക്കെ മാറിയ മാറ്റമല്ലേ. ഓ എന്താ വലിയ മാറ്റമാണ് ഈ ഭാഗത്ത് സംഭവിച്ചിരിക്കുന്നത്. റൈറ്റ് സൈഡ് മുമ്പ് നിലവിലുണ്ടായിരുന്ന റോഡ് ഇങ്ങനെയായിരുന്നു. ഞാൻ ഇപ്പം പോകുന്ന വഴി ഭാഗത്തൂടെ ആയിരുന്നു. അപ്പുറ സൈഡൊക്കെ ഭയങ്കര താഴ്ചയായിരുന്നു. ഇപ്പം ഇതുവഴി പോകുന്നതൊക്കെ സർവീസ് റോഡ് വഴിയാണ് കേട്ടോ. വാഹനത്തെ കയറ്റി വിടുന്നത് ഉണ്ട്. എല്ലാവരും സർവീസ് റോഡിൽ കൂടെയാണ് പോകുന്നത്. ഈ ഭാഗത്തൊക്കെ റോഡ് നിർമ്മാണം, അവിടെ റൈറ്റ് സൈഡിലൊക്കെ റോഡിൻ്റെ ടാറിങ് പൂർത്തിയായി. പുതിയ റോഡിൻ്റെ ടാറിങ് പൂർത്തിയായി. ഇപ്പോൾ ഇവിടുത്തെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടുന്ന് റോഡ് ഉയർന്നിട്ടായിരിക്കും പോകുന്നത് കേട്ടോ. മുക്കടയിൽ ഒരു അണ്ടർപാസ് ഉള്ളതിനെ കൊണ്ട് തന്നെ ഈ ഭാഗത്തു നിന്ന് ഈ വാഹനങ്ങൾ നടക്കുന്നില്ല. ഇവിടുന്ന് റോഡ് ഉയരും. അപ്പോൾ അതിൻ്റെ ഭാഗമായി മണ്ണിട്ട് ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അതിൻ്റെ പണി നല്ല വേഗത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇവിടെയൊക്കെ മണ്ണിട്ട് ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വാഹനങ്ങൾ രണ്ട് ഭാഗത്ത് സർവീസ് റോഡ് വഴി കടത്തി വിടുന്നുണ്ട് കേട്ടോ. സർവീസ് റോഡ് വഴിയാണ് വാഹനം കടന്നു പോകുന്നത്. നമ്മളിപ്പോൾ മുക്കട കഴിഞ്ഞ് പാരിപ്പള്ളിയിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പാരിപ്പള്ളിയിൽ ഫ്ലൈ ഓവറിൻ്റെ ഒക്കെ പണി എവിടം വരെ ആയത് നമുക്ക് പോയി നോക്കാം. അപ്പോൾ പാരിപ്പള്ളി വരുന്ന ഫ്ലൈ ഓവറിൻ്റെ ഭാഗമായിട്ടുള്ള ഗർഡറുകളാണ് കേട്ടോ ഈ ഭാഗത്തൊക്കെ നിർമ്മിച്ച് വെച്ചിരിക്കുന്നത്. ഒരുപാട് ഗർഡറുകളാണ് രണ്ട് വശത്ത്, റോഡിൻ്റെ രണ്ട് വശത്തായിട്ട് നിർമ്മാണം പൂർത്തീകരിച്ചിട്ടുണ്ട്. നമ്മളിപ്പോൾ പാരിപ്പള്ളി ടൗണിലെത്തിയിട്ടുണ്ട്. പാരിപ്പള്ളിയിൽ ഫ്ലൈ ഓവറിൻ്റെ ഭാഗമായിട്ടുള്ള പിയറിൻ്റെ നിർമ്മാണം ഏകദേശം തീർന്നോളായിട്ടുണ്ട്. ഒന്ന് രണ്ട് മൂന്ന് പിയറിൻ്റെ നിർമ്മാണം പൂർത്തിയായിട്ടുണ്ട് കേട്ടോ. പിയർ ഗ്യാപ്പും പൂർത്തിയായിട്ടുണ്ട്. ബാക്കി പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ ഇടയിൽ ഇനി ഒരു പിയറും കൂടെ വരും കേട്ടോ. അതിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം 4 പിയറിലാണ് ഇവിടെ പാരിപ്പള്ളിയിൽ ഫ്ലൈ ഓവർ വരുന്നത് കേട്ടോ. ചെറിയൊരു ഫ്ലൈ ഓവറാണ്. ഇതൊരു പിയർ, ഇതിൻ്റെ ഇടയിൽ ഒരു പിയറും കൂടെ വരും കേട്ടോ. അതിൻ്റെ പണി തുടങ്ങിയിട്ടില്ല. തുടങ്ങിയെന്ന് തോന്നുന്നു. ഓക്കെ, ഇവിടെ അതിൻ്റെ പിയറിൻ്റെ വർക്ക് തുടങ്ങിയിട്ടുണ്ട്. അതും കൂടെ പൂർത്തിയായി കഴിഞ്ഞാൽ ഒരു ഭാഗത്തേക്കുള്ള പിയറിൻ്റെ വർക്ക് കംപ്ലീറ്റ് ആവും. 1 2 3 4 പിയറിലാണ് കേട്ടോ പാരിപ്പള്ളിയിൽ ഫ്ലൈ ഓവർ വരുന്നത്. ഇത് കഴിഞ്ഞിട്ട് പിന്നെ സർവീസ് റോഡ് വഴിയാണ്
രണ്ട് ഭാഗത്തേക്കുള്ള വാഹനങ്ങൾ കടന്നു പോകുന്നത്. നിലവിലുണ്ടായിരുന്ന മെയിൻ റോഡ് ഇപ്പം മണ്ണിട്ട് ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് അത് വഴി ഒന്ന് കയറി ഒന്ന് കാണാം. ഇതാണ് നിലവിലുണ്ടായിരുന്ന റോഡ്. നിലവിലുണ്ടായിരുന്ന റോഡ് ഇപ്പം മണ്ണിട്ട് ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഈ ഫ്ലൈ ഓവർ വരുന്നതുകൊണ്ട് ഇവിടെ റോഡ് ഉയർന്നിട്ടാണ് വരുന്നത് കേട്ടോ. രണ്ട് ഭാഗത്തെയും വാഹനങ്ങൾ സർവീസ് റോഡ് വഴിയാണ് ഇപ്പം പാരിപ്പള്ളിയിൽ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതാണ് പാരിപ്പള്ളിയിലെ ഇപ്പോഴത്തെ കണ്ടീഷൻ. നമ്മളിപ്പം പാരിപ്പള്ളി ടൗൺ കഴിഞ്ഞിട്ട് മുമ്പോട്ട് പോവുകയാണ്. ഇവിടെയൊക്കെ റോഡ് ഉയർന്നിട്ടാണ് വരുന്നത്. കാരണം അവിടെ ഫ്ലൈ ഓവർ വരുന്നതിന് കൊണ്ട് പാരിപ്പള്ളി ടൗണിൽ. അപ്പോൾ അവിടെ മണ്ണിട്ട് ഇങ്ങനെ ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ സർവീസ് റോഡ് പക്ക ആയിട്ട് ടാറിങ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അതുവഴിയാണ് വാഹനങ്ങൾ കടന്നു പോകുന്നത്. പാരിപ്പള്ളി ആകെ മാറി, കംപ്ലീറ്റ് വലിയ രീതിയിലുള്ള ചേഞ്ചാണ് പാരിപ്പള്ളി ജംഗ്ഷൻ കഴിഞ്ഞ് വരുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് കേട്ടോ. അതുപോലെ ഇവിടെ ആറൂരി പാതയുടെ നിർമ്മാണം ഏകദേശം കുറേ ഭാഗത്ത് പൂർത്തിയായിട്ടുണ്ട്. ഇത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടുള്ളതാണ്, എങ്കിലും ഒന്നും കൂടെ കാണിക്കേ. നമ്മൾ പാരിപ്പള്ളി ടൗൺ കഴിഞ്ഞിട്ട് മുമ്പോട്ട് വരപ്പോഴാണ് കേട്ടോ ഇവിടെ കുറച്ച് ഭാഗത്തേക്ക് ആറൂരി പാതയുടെ നിർമ്മാണം ഇതേപോലെ പൂർത്തിയായതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. രണ്ട് ഭാഗത്തും ക്രാഷ് ബാരിയറിൻ്റെയും ഡിവൈഡറിൻ്റെയൊക്കെ പണി പൂർത്തിയായിട്ടുണ്ട്. ഈ ഭാഗത്ത് റൈറ്റ് സൈഡിൽ ഉടനെ ടാറിങ് നടക്കും കേട്ടോ. ഈ രണ്ടാമത്തെ പാരിപ്പള്ളി ജംഗ്ഷൻ കഴിഞ്ഞ് രണ്ടാമത്തെ ഉടനെ ഒരു പമ്പിൻ്റെ അവിടെ ശ്രീരാമപുരം ആ ഭാഗത്തെ കാഴ്ചകളാണ്. ഇവിടെയൊക്കെ ഉടനെ റോഡ് പണി ടാറിങ് പണി സ്റ്റാർട്ട് ചെയ്യും കേട്ടോ. കല്ലുവാതുക്കൽ എത്തുന്നതിന് മുമ്പ്, ജംഗ്ഷൻ എത്തുന്നതിന് മുമ്പ് ഇവിടെ രണ്ട് ഭാഗത്തും ചെറിയൊരു കുന്നുണ്ടായിരുന്നു. ആ കുന്നൊക്കെ ഇടിച്ച് കാത്തിട്ടുണ്ട്. അതേപോലെ തന്നെ സർവീസ് റോഡ് നല്ല ഉയർന്നിട്ടായിരിക്കും പോകുന്നത് കേട്ടോ ഈ ഭാഗത്ത്. അപ്പോൾ ഇവിടെ നമ്മൾ കല്ലുവാതുക്കൽ എത്തുന്നതിന് മുമ്പ് ഇവിടെ സർവീസ് റോഡ് വഴിയാണ് വാഹനങ്ങൾ കടത്തിവിടുന്നത്.
നമ്മളിപ്പോൾ കല്ലുവാതിക്കൽ എത്തിയിട്ടുണ്ട്. കല്ലുവാതിക്കൽ ഒരു അണ്ടർപാസ് വരുന്നുണ്ട്. അതിൻ്റെ ഭാഗമായി ഇങ്ങനെ മണ്ണിട്ട് ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ്. വാഹനങ്ങൾ സർവീസ് റോഡ് വഴിയാണ് കടത്തിവിടുന്നത്. കല്ലുവാതിക്കൽ വരുന്ന സർവീസ് അണ്ടർപാസാണ്. കല്ലുവാതിക്കൽ ടൗൺ കഴിഞ്ഞ് വരുമ്പോൾ ഇവിടെ ആറൂർ പാതയുടെ ഒക്കെ നിർമ്മാണം പൂർത്തിയായിട്ടുണ്ട്. പിന്നെ സർവീസ് റോഡിലൊക്കെ ടാറിങ് ഉടനെ നടക്കും കേട്ടോ. ടാറിങ് പ്രവർത്തനം ചീമാട്ടി ജംഗ്ഷൻ എത്തുന്നതിന് മുമ്പുള്ള ഭാഗമാണ്. ഗവൺമെൻറ് സ്പിന്നിങ് മില്ലിൻ്റെ മുമ്പേ ഉള്ള ഭാഗമാണ്. ഈ ഭാഗത്തൊക്കെ ആറൂർ പാതയുടെ നിർമ്മാണം പൂർത്തിയായി. വാഹനങ്ങൾ ഈ സർവീസ് റോഡ് വഴിയാണ് കടന്നു പോകുന്നത്. നമ്മൾ അപ്പുറത്തോടെയുള്ള കാഴ്ചകൾ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഈ ആറൂർ പാതയിൽ കൂടിയുള്ള കാഴ്ചകൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നു. അതാണ് നമ്മളിപ്പോൾ ഈ പ്രാവശ്യം ഇതുവഴി പോകുന്നത്. ഇവിടെ മെയിൻ റോഡിൽ നിന്ന് സർവീസ് റോഡിലേക്കുള്ളൊരു എക്സിറ്റ് ഉണ്ട്.
അപ്പോൾ നമ്മൾ ശീമാട്ടി ജംഗ്ഷനിലെ കാഴ്ചയാണ്. ശീമാട്ടി ജംഗ്ഷൻ വരുന്ന ഒരു അണ്ടർപാസ് വരുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് ഇരുഭാഗത്തും മണ്ണിട്ട് ഉയർത്തിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമ്മളിപ്പോൾ കാണുന്നത്. കണ്ടോ, ജസ്റ്റ് കുറച്ചങ്ങോട്ട് പോയി ഓക്കെ. ഞാനിപ്പം പോകുന്ന ഭാഗമെല്ലാം മുമ്പേ ഉണ്ടായിരുന്ന പഴയ നാഷണൽ ഹൈവേ ആണ്. അവിടെ ഇപ്പം മണ്ണിട്ട് ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ശീമാട്ടി ജംഗ്ഷനിൽ ഒരു അണ്ടർപാസ് വരുന്നുണ്ട്. നമ്മൾ ചാത്തന്നൂർ എത്തുന്നതിന് മുമ്പ് ഈ എംപയർ കൺവെൻഷൻ സെൻറ്ററിൻ്റെ ഫ്രണ്ട് ഭാഗത്ത് കൂടെ കുറേ ഭാഗത്ത് ആറുവരി ഭാഗത്തായിട്ട് നിർമ്മാണം പൂർത്തിയായിട്ടുണ്ട്. ഈ ഭാഗത്തുകൂടി കഴിഞ്ഞ് നമ്മൾ വീഡിയോ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് സർവീസ് റോഡിൽ കൂടെ പോയി കാഴ്ചകൾ കാണാം. ചാത്തന്നൂർ KSRTC ബസ് സ്റ്റാൻഡിലേക്ക് പോകുന്ന ഭാഗത്തെ കാഴ്ചകളാണ്. ഇവിടെ ഒരു ഭാഗത്ത് മണ്ണ് കൊണ്ടിട്ട് ഉയർത്തിയിട്ടുണ്ട്. അത് കഴിഞ്ഞും ഇവിടെ ഒരുപാട് ദൂരത്തേക്ക് സർവീസ് റോഡൊക്കെ സെറ്റാക്കിയിട്ടുണ്ട്. ഇതുവഴി വാഹനങ്ങൾ കടത്തി വിടും ഉടനെ. എന്നിട്ട് മെയിൻ റോഡിലേക്ക് മണ്ണിട്ട് ഉയർത്തുന്ന പരിപാടി നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ചാത്തന്നൂർ വരുന്ന ഫ്ലൈ ഓവർ 3
പിയറിലാണ് വരുന്നത് ആ ഫ്ലൈ ഓവർ. അപ്പോൾ 2 ഭാഗത്തേക്കുള്ള പിയറിൻ്റെ വർക്ക് പൂർത്തിയായിട്ടുണ്ട്. പിയർ ഗ്യാപ്പും ഫിനിഷ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ മേളിൽ ഇനി ഗഡറുകൾ സ്ഥാപിക്കുകയാണ് അടുത്ത പണി. ചാത്തന്നൂർ തിരുമുക്കിലെ കാഴ്ചയാണ് കാണുന്നത്. തിരുമുക്കിൽ ഈ രീതിയിൽ മെയിൻ റോഡിൽ മണ്ണിട്ട് ഉയർത്തിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ്. അപ്പം സർവീസ് റോഡിലേക്ക് ഇനി വാഹനങ്ങളെ കടത്തിവിട്ട് മെയിൻ റോഡിൽ മണ്ണിട്ട് ഉയർത്തുന്ന പരിപാടി ഉടനെ തുടങ്ങുന്നതായിരിക്കും. ഫ്രണ്ട്സ്, അങ്ങനെ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരെ ബൈ.